വിചാരണയ്ക്കിരയായി 18-ാം തീയതി മരണപ്പെട്ട സിദ്ധാർത്ഥിനെതിരെ 18-ാം തീയതിയാണ് ഒരു പെൺകുട്ടിയുടെ പരാതി കിട്ടിയെന്ന് ഇപ്പോൾ പറയുന്നത്. ഇതിലെന്താണ് കുടുംബത്തിന്റെ പ്രതികരണമെന്ന് നമുക്ക് സിദ്ധാർത്ഥിന്റെ അച്ഛനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, 18-ാം തീയതി മരണപ്പെട്ട സിദ്ധാർത്ഥിനെതിരെ 18-ാം തീയതി ഒരു പരാതി നൽകിയതായി പറയുന്നു. ഇതിന് സിദ്ധാർത്ഥിന്റെ അടക്കത്തിനും ശേഷം 20-ാം തീയതിയാണ് ഈ പരാതി അവർ സ്വീകരിച്ചു എന്ന് പറയുന്നത്. എന്താണ് ഇതിൽ അങ്ങയുടെ പ്രതികരണം? ഇങ്ങനെ ഒരു പരാതി ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഇന്നലെ അറിയുന്നത്. ഈ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, ഒരു പെൺകുട്ടിയുടെ പരാതി കിട്ടി, 18-ാം തീയതി ഇങ്ങനെ കൊടുത്തു എന്നുള്ള കാര്യം. ഓക്കെ, അത് പോട്ടെ. 14-ാം തീയതിയാണ് ഒരു പരിപാടി ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് അറിയുന്നു. 14-ാം തീയതി പ്രശ്നം ഉണ്ടായെങ്കിൽ 14-ാം തീയതി മുതൽ 18-ാം തീയതി വരെ സമയം തന്നെയാണ് വെയിറ്റ് ചെയ്തത്. അവർ പോലീസിനെ അറിയിക്കാമല്ലോ, അല്ലെങ്കിൽ അവരുടെ ഡീലിന് നമ്മളെ കുടുംബത്തിനെ അറിയിക്കാമല്ലോ. ഓക്കെ, അതും ചെയ്തില്ല. ഈ 18-ാം തീയതി അവൻ്റെ മരണം വരെ എന്തിനാണ് കാത്തു നിന്നത്? ഓക്കെ, മരിച്ചു കഴിഞ്ഞിട്ട് എന്തിനാ പരാതി? മരിച്ചു കഴിഞ്ഞിട്ട് പരാതി കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ? അപ്പോൾ നമ്മൾ ഒരു പരാതി ഒരു സ്റ്റേഷനിലോ അല്ലെങ്കിൽ എവിടെ കൊടുക്കുന്നത് എന്തിനാ? കുറ്റവാളിയെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. എന്നാൽ കുറ്റവാളിയെ ശിക്ഷിക്കണം. ഒരു പരാതി കൊടുക്കുമ്പോൾ പരാതി കൊടുക്കുന്ന ഒരാൾ കുറ്റക്കാരനായിരിക്കണം. പരാതി കൊടുക്കുന്നത് ആ കുറ്റവാളിയെ ശിക്ഷിക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് കുറ്റവാളി ശിക്ഷിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഈ സിദ്ധാർത്ഥന്റെ മരണശേഷം ഈ അധ്യാപകരും ഒക്കെ തന്നെ സിദ്ധാർത്ഥിനെ വീണ്ടും വേട്ടയാടുന്നു എന്നുള്ള ഒരു പരാതിയുണ്ട്. തീർച്ചയായും കാര്യം എന്ന് പറഞ്ഞാല് അറിയാമല്ലോ, ആ ഒരു വർഗം എന്ന് പറഞ്ഞാല് മരിച്ചു തിന്നു കഴിഞ്ഞാലും അവർക്ക് വൈരാഗ്യം തീരില്ല. അതാണ് ആ ഒരു സംഘടന. കൊന്ന് തിന്നു കഴിഞ്ഞാലും അവർക്ക് വൈരാഗ്യം തീരില്ല. അപ്പൊ അവരെ ഇതെല്ലാം ഇതിനപ്പുറവും ചെയ്യും. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ആ ദിവസത്തിന് കൊടുക്കുമായിരുന്നു. 14-ഓ 15-നോ 16-നോ കൊടുക്കണമായിരുന്നു. ഈ ഡിവൈഎസ്പി മുമ്പ് നടത്തിയ ഒരു വാർത്ത സമ്മേളനം പറഞ്ഞതാണ്, അതായത് സിദ്ധാർത്ഥിന് ഇങ്ങനത്തെ ഒരു തരത്തിലെ ആരോപണങ്ങളൊന്നും തന്നെ കിട്ടിയ പരാതി ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് 3 ദിവസം മുമ്പ് ഡിവൈഎസ്പി പറയുന്നു. അപ്പൊ അതിനുശേഷമാണ് ഇപ്പോൾ ഇവര് ഇത്തരത്തിലൊരു പരാതി. അതല്ലേ പറഞ്ഞത്, അവരിതെല്ലാം ഇതിനപ്പുറവും ചെയ്യും. എന്ത് പരിപാടിയും അവരും ചെയ്യും. ഏത് രീതിയിൽ ഏത് പരിപാടിയും ചെയ്യാനുള്ള ഏതറ്റം വരെയും പോകാനുള്ള ചെന്നായി കൂട്ടമാണ് അവർ. പിന്നെ അവരെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? മരണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി, മരിച്ചു കഴിഞ്ഞിട്ട് ഒരാളിനെ ശിക്ഷിക്കാനാ? ഇപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ് മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ച ആളിന്റെ പേരിൽ ഈ ഒരു പരാതി കൊടുക്കുന്നത്. മരിച്ചു കഴിഞ്ഞിട്ടൊന്നല്ല, കൊന്നു കഴിഞ്ഞിട്ട് കൊന്നവരെ എന്നെ കൊണ്ട് പരാതി കൊടുക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ്.